നീ ആ കൊച്ചിനോടൊന്നും പറയാൻ നിൽക്കേണ്ട. അതെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ഈ പെണ്ണ് അവളുടെ അപ്പൻ്റെ വേലകൾ അറിഞ്ഞ് അയാളെ ധിക്കരിച്ചിറങ്ങി വന്നാൽ തന്നെ നഷ്ടം വീണ്ടും സംഭവിക്കാൻ പോകുന്നത് അവനായിരിക്കും. ഉമ അവരെപ്പറ്റി അറിഞ്ഞ അറിവിൽ പറഞ്ഞു. സായുജിന് അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇടയ്ക്ക് നിമ്മിയുടെ കാര്യം മായ ചോദിക്കുമ്പോഴാണ് അവനവൻ്റെ അമ്മയ്ക്ക് നടന്നത് അവളോട് പറയുന്നത്. അത് കേട്ടുകൊണ്ടാണ് ഉമ വരുന്നത്. അപ്പോഴേ അവർ തീർത്തു പറഞ്ഞിരുന്നു ഇനി അവളുമായി ഒരു ബന്ധവും വേണ്ടെന്ന്. പക്ഷേ തനിക്കറിയാം അവൻ്റെ മനസ്സ്. പുറമേ കാണിക്കുന്ന ദേഷ്യത്തിലുമൊക്കെ ഉപരി അവൻ്റെ ഹൃദയം ഇപ്പോഴും അവളെ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ പ്രണയത്തെ കൊതിക്കുന്നുണ്ട്. അവൻ്റെ നിംസിനെ ഇപ്പോഴും അവൻ പ്രണയിക്കുന്നുണ്ട്. അല്ലെങ്കിലും പ്രണയം ഒരു ചുഴിയാണ്. ഒഴുക്കിൽ അകപ്പെട്ടു പോയാൽ തിരിച്ചു വരിക അസാധ്യമാണ്. വിണ്ണിലെ ജ്വലിക്കുന്നൊരു ഒറ്റ നക്ഷത്രത്തിലേക്ക് മിഴികൾ പായിച്ചിരിക്കെ അവളുടെ കണ്ണിൽ നനവ് പടർന്നു. ജോന്ന, കാതിനെ കുളിരണിയിക്കുന്ന അവൻ്റെ നേർത്ത സ്വരം. കഴുത്തിലേക്ക് വന്നു പതിച്ച ചെറു ചൂടുള്ള അവൻ്റെ ശ്വാസത്തിൽ കഴുത്ത് വെട്ടിച്ച് അന്ന തിരിഞ്ഞു നോക്കി. ചുണ്ടിൽ ചെറു ചിരിയോടെ മാറിൽ കൈകെട്ടി അവൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായി വന്ന് ചുമരിൽ ചാരി നിൽപ്പുണ്ട്. കണ്ണുകളിൽ വറ്റാത്ത തിളക്കം. ഒരു വേള അന്നയുടെ കണ്ണുകൾ അവനിൽ തങ്ങി നിന്നു. തിരിച്ചു വരാൻ മടിച്ചു. എന്തേ? 2 ദിവസമായി ആകെ മൂഡൌട്ടാണെന്ന് അമ്മ പറഞ്ഞല്ലോ. അവളുടെ നോട്ടത്തിൽ കൊരുത്തുപോയ കണ്ണുകൾ പണിപ്പെട്ട് അകത്തി മാറ്റി പാർത്തി അന്നയുടെ നെറുകിൽ വാത്സല്യത്തോലെ തലോടി. അന്നയുടെ കണ്ണുകൾ പിടഞ്ഞു. അവൻ്റെ വാക്കുകൾ ബുദ്ധി ഏറ്റെടുത്തതുപോലെ കണ്ണുകൾ പിടഞ്ഞു. നോട്ടം മാറ്റി വീണ്ടും പഴയപടി മറ്റെങ്ങോ നോക്കി. എന്താടോ, തീർന്നില്ല നിന്റെ വിഷമങ്ങൾ? ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പാൻ തുടങ്ങുന്ന അന്നയെ ഒരു കൈകൊണ്ട് പാർത്തി ചേർത്ത് പിടിച്ചു. എനിക്ക് ഏറെ കുറവുകളുണ്ട് പാർത്തി. തേങ്ങലിൽ അവളുടെ ശബ്ദം മുറിഞ്ഞുപോയി. പാർത്തി അവളെ അവന് നേരെ തിരിച്ച് നിർത്തി മുഖം പിടിച്ചുയർത്തി. തോളിലിരുന്ന കൈ ഒന്നുകൂടി മുറുക്കി അവളെ അവനിലേക്കൊന്നടുപ്പിച്ചു. എന്തു കുറവാ എൻ്റെ പെണ്ണിനുള്ളത്, കേൾക്കട്ടെ? ചോദ്യത്തോടൊപ്പം അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ അവനോട് ചേർത്ത് നിർത്തി. ഇടത് കൈകൊണ്ട് മുഖം പിടിച്ച് അവനെ നേരെയാക്കി വീണ്ടും അവളിലുള്ള പിടിമുറുക്കി. ഒരുപാടുണ്ട് പറയുമ്പോൾ നിറഞ്ഞു വരുന്ന കണ്ണിൽ പാർത്തി നോട്ടം കുരുത്ത് നിർത്തി. എനിക്കുമുണ്ട്. അന്ന കണ്ണുമീച്ച് അവനെ നോക്കി. എന്തേ? നിനക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എനിക്കുമുണ്ട് കുറേ കുറവുകൾ. പാർത്തി ചുണ്ടിൽ തത്തിയ ചിരിയോടെ അന്നയെ ഒന്നുകൂടി കൈക്കുള്ളിൽ മുറുക്കി പിടിച്ചു. പാർത്തിക്കെന്താ? എൻ്റെ ജോനക്കെന്താ? അവൾ ചോദിച്ച അതേ ഭാവത്തോടെ തിരികെ അവനും കണ്ണുമീച്ചു ചോദിച്ചു. സങ്കടം കൊണ്ട് വിങ്ങി നിന്ന മുഖം അവൻ്റെ ആ ഭാവത്തിൽ കൂർത്തുപോയി. കണ്ണു ചുരുക്കി അവൾ കൂർപ്പിച്ചു നോക്കിയതും ഇടത് കവളിൽ കുഞ്ഞൊരു ഉമ്മ കൊടുത്തവൻ. ചെറിയ പുഞ്ചിരി അതിൻ്റെ ഫലമെന്നോണം അവളുടെ ചുടികളിൽ മിന്നിമാഞ്ഞു. പെട്ടെന്നത് പക്ഷെ അവളിൽ നിന്ന് മാഞ്ഞുപോയി. അവിടെ വേദന നിറഞ്ഞു. നിക്കൊരമ്മയാവാൻ കഴിയില്ല പാർത്തി. കണ്ണുകൾ അത് പറയെ നിറഞ്ഞുപോയി. അവനറിയാത്തതൊന്നുമല്ലത്. എങ്കിലും താനായി അവനോട് പറയണം എന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ എനിക്ക് അച്ഛനാവാൻ കഴിയില്ല പെണ്ണെ. പറയുന്നതിനൊപ്പം അവൻ്റെ ചുണ്ട് അവളുടെ വലത് കവളിൽ കൂടി പതിഞ്ഞു. അന്നയുടെ കണ്ണ് അത്ര കണ്ട് വികസിച്ചു പോയി. അന്നയുടെ ഹൃദയം പിടഞ്ഞുപോയി. അവനും തന്നെപ്പോലെ അപകടം പറ്റിയിട്ടുണ്ടോ? താൻ അറിഞ്ഞതേ ഇല്ലല്ലോ. അന്നയുടെ കൈകൾ അവനിൽ മുറുകി അവനെ ആശ്വസിപ്പിക്കാനെന്നോണം അവൻ്റെ പുറത്ത് തഴുകി. എന്ത് പറ്റിയതാ? ആർക്ക്? ചെറിയൊരു പൊട്ടിച്ചിരിയോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് അന്നയുടെ കൈകൾ നിശ്ചലമായി. അവനെ കണ്ണു മീച്ചു നോക്കി. എൻ്റെ പെണ്ണെ, 2 പേരുടെയും പാർട്ടിസിപ്പേഷൻ വേണ്ടേ നമുക്ക് പേരൻസ് ആവണമെങ്കിൽ? നിനക്ക് അമ്മയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് കൊച്ചിൻ്റെ അച്ഛനാവൂടി ഞാൻ? ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈയൊന്ന് അവളുടെ ടോപ്പിനിടയിൽ കൂടി കടത്തി പാർത്തി അവളുടെ വയറിൽ കിള്ളി. ഉയർന്നു പൊങ്ങിപ്പോയവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. ഉള്ളിൽ നിന്നൊരു തരിപ്പും ഒപ്പം ഒരു തണുപ്പും അവളിൽ നിറഞ്ഞു. മുഖത്ത് അത്രയും കള്ളച്ചിരിയാണ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, തൻ്റെ മനസ്സിൽ അത്രയും വേദന നൽകുന്നൊരു കാര്യം എത്ര സില്ലിയായിട്ടാണ് പാർത്തി കൈകാര്യം ചെയ്തത്. പിന്നെ നമുക്ക് ട്രൈ ചെയ്യാടി. പരിശ്രമിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല പെണ്ണെ. കാതിൻ്റെ തുമ്പൊന്ന് നുണഞ്ഞ് പാർത്തി രഹസ്യം പോൽ മൊഴിഞ്ഞവളോട്. കുസൃതി തിങ്ങിയ ആശ തിങ്ങിയ സ്വരം. കണ്ണുകൾ നിറഞ്ഞു. അത് പക്ഷേ സങ്കടം കൊണ്ടായിരുന്നില്ല. മറ്റെന്തോ അവനോട് തോന്നുന്ന മറ്റെന്തോ വികാരം. അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നി. ഒറ്റ നിമിഷം കൊണ്ട് അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി ആകെ ചുംബിച്ചു. പെട്ടെന്നുള്ള അവളുടെ പ്രതികരണത്തിൽ ഒന്ന് പകച്ചെങ്കിലും അവളെ ചേർത്ത് പിടിച്ച് അവനോടടുപ്പിച്ചു. രാവ് കനക്കുന്നൊരു വേളയിൽ അവളുടെ ഉടൽ ഈ ഇടനെഞ്ചിൻ്റെ ചൂട് പകുത്തെടുത്ത് പതുങ്ങിയിരുന്നു.
വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ അവനെ പൊതിഞ്ഞു പിടിച്ചൊരു കാറ്റിൽ അവനോടെന്തോ പറയാനുണ്ടെന്ന് തോന്നി അലോഷിക്ക്. കണ്ണുകൾ ഒരു വേള ആ വാതിൽപ്പടിക്കൽ തടഞ്ഞു നിന്നു. ഇച്ച. തളർന്നൊരു സ്വരം. കണ്ണുകൾ നിറച്ചു, ചുണ്ടുപൊട്ടി. മുന്നിൽ നിന്ന് കരഞ്ഞ ആ രൂപം. അലോഷി കണ്ണുകൾ മുറുക്കിയടച്ചു. അന്നത്തേക്ക് ശേഷം ഇന്നാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇത്ര നാളും പാർത്തിയുടെ വീട്ടിലായിരുന്നു. കുറച്ച് നാളുകളെ ഒപ്പമുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ അവളുടെ ഓർമ്മകൾ തന്നെ തടവിലാക്കും എന്നവന് അറിയാമായിരുന്നു. അലോഷി വൈദിപ്പോയ മനസ്സിനെ പിടിച്ചുകെട്ടി വീടിനുള്ളിലേക്ക് കയറിയ പാടെ ആദ്യം കണ്ണുകൾ പോയത് വെപ്രാളത്തോടെ ഇരിക്കുന്ന ജോഷുവയാണ്. അവനെ കണ്ട ഉടൻ അവളുടെ കണ്ണിൽ ഒരു ഞെട്ടൽ തെളിഞ്ഞതും പെട്ടെന്നത് മാറി അവനെ പേടിയോടെ നോക്കുന്നതും പിന്നെ അത് വെപ്രാളത്തോടെ ചലിക്കുന്നതും അലോഷി കാര്യമറിയാതെ നോക്കി നിന്നു. പിന്നെയാണ് അവൻ അവളെ ശ്രദ്ധിച്ചത്. നടുവിൽ ബാൻഡേഡ് ഇട്ടിട്ടുണ്ട്. എണീക്കാൻ കഴിയാത്ത നിലക്ക് കാലിലും ഉണ്ടൊരു പ്ലാസ്റ്റർ. അന്ന് ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചെങ്കിലും അലോഷി എന്തോ വരട്ടെ എന്ന് പറഞ്ഞ് അവളെ ശ്രദ്ധിക്കാതെ ഉള്ളിലേക്ക് നടന്നു. അല്ലു. മുന്നോട്ട് നടക്കെ അവൻ്റെ മമ്മയുടെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കുന്നതിനു മുന്നേ കാറ്റുപോലെ എന്തോ ഒന്ന് പാഞ്ഞു വന്ന് അവൻ്റെ ദേഹത്തേക്ക് അമർത്തിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അലോഷി പിന്നിലേക്കൊന്ന് വേച്ചുപോയി. ഐ മിസ് യു. പകപ്പോടെ നോക്കാനുള്ള സാവകാശം കൊടുക്കുന്നതിന് മുന്നേ ആ സ്വരം അലോഷിയുടെ കാതിൽ പതിഞ്ഞു. ഉള്ളംകാലിൽ നിന്നും ഒരു തരിപ്പ് അവനിൽ പടർന്നു. കണ്ണുകൾ താഴ്ത്തി നോക്കി. കണ്ണുമടച്ച് നെഞ്ചിലേക്ക് കൂടുതൽ മുഖം പൂഴ്ത്തി മുറുക്കി പുണർന്നുകൊണ്ട് നിൽക്കുന്ന കാത്തു, അവൻ്റെ യക്ഷിപ്പെണ്ണ്. പെട്ടെന്നുള്ള ഞെട്ടൽ അവൻ്റെ ശരീരത്തിലും വിറയൽ സൃഷ്ടിച്ചിരുന്നു. തറഞ്ഞുപോയി അലോഷി. പെണ്ണിൻ്റെ കൈ വീണ്ടും അവനിൽ മുറുക്കിയപ്പോഴാണ് സ്വയബോധം വീണ്ടെടുത്തത്. അലോഷി ഞെട്ടി അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവനിൽ നിന്ന് ശക്തിയിൽ അടർത്തി മാറ്റി. മുന്നിൽ നിൽക്കുന്നവളെ കണ്ണു ചുരുക്കി നോക്കി ദേഷിച്ച് ഒന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അലോഷിക്ക്. കുറേ ദിവസം കഴിഞ്ഞ് അവളെ കണ്ടതുകൊണ്ടാവണം അവൻ്റെ മുഖത്ത് ഒരു സന്തോഷം എത്ര അടക്കിയിട്ടും തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതെല്ലാം ഉള്ളിലടക്കി എന്തോ ഒന്ന് പറയാൻ വന്നപ്പോഴേക്കും കാത്തു ചിരിച്ചുകൊണ്ട് വെട്ടിത്തിരിഞ്ഞവൻ്റെ റൂമിലേക്ക് കയറിയിരുന്നു. പറയാൻ വന്നത് പറ്റാത്തതിലുള്ള പ്ലിങ്ങിയ ഭാവത്തോടെ അലോഷി കാത്തു റൂമിലേക്ക് പോകുന്നത് നോക്കി നിന്നു. ശേഷം ദേഷ്യത്തിൽ തിരിഞ്ഞവൻ്റെ മമ്മയെയും ജോഷുവയെയും നോക്കി. അവൾ എന്താ ഇവിടെ? ഓ, എൻ്റെ മോന് നാക്കുണ്ടായിരുന്നോ? ഞാൻ കരുതി അന്നിവിടെ നിന്നും പോയപ്പോൾ അതുകൂടി കളഞ്ഞിട്ടാവും പോയതെന്ന്. മമ്മ പരിഹസിച്ചതും അവൻ അവരെ കൂർപ്പിച്ചു നോക്കി. അപ്പോഴും ജോഷുവയുടെ മുഖം പ്രേതത്തെ കണ്ടതുപോൽ വിളറിയിരിക്കുന്നതിൻ്റെ കാരണം അവന് മനസ്സിലായില്ല. അലോഷി ലില്ലിയോട് സംസാരിക്കാനായി വന്നതും അവരും അവനെ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് കയറിപ്പോയി. പാർത്തിയുടെ വീട്ടിലേക്ക് പോയതിൽ പിന്നെ ഒരിക്കൽ പോലും ഇങ്ങോട്ടൊന്ന് വരാത്തതിൻ്റെ പിണക്കമാണ് അതെന്നവന് മനസ്സിലായിരുന്നു. ഇന്നിപ്പോൾ കാത്തു വന്നതുകൊണ്ട് താനും വന്നെന്ന് കരുതി കാണും. അപ്പോഴാണ് കുറച്ചു മുന്നേ കയറിപ്പോയ സാധനത്തിൻ്റെ കാര്യം അവന് ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. വേഗം അവനും അവൻ്റെ റൂമിലേക്ക് വിട്ടു. ജോഷുവയുടെ ഹൃദയം പേടിയാൽ അപ്പോഴേക്കും പൊട്ടുമെന്ന നിലക്ക് മിടിച്ച് പണ്ടാരമടങ്ങിയിരുന്നു. അലോഷി റൂമിലേക്ക് കയറി നോക്കുമ്പോൾ കാത്തു ബാത്റൂമിലായിരുന്നു. റൂമിൻ്റെ ഒരു വശത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന 4-5 പെട്ടി കാണെ അലോഷിയുടെ കണ്ണു മിഴിഞ്ഞു. എല്ലാം കൂടി കെട്ടിപ്പെറുക്കി ഇവളിവിടെ പൊറുതി തുടങ്ങാനുള്ള പ്ലാനാണോ? അലോഷി കണ്ണു ചുരുക്കി. തിരികെ കാത്തു ഇറങ്ങുന്നത് വെയിറ്റ് ചെയ്ത് അലോഷി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തിനാവും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക? അലോഷി ചിന്തിക്കാതിരുന്നില്ല. ജുവൻ ജയിലിലായതും കാത്തു ഹോസ്പിറ്റലൈസ്ഡ് ആയതൊക്കെ അവളുടെ അപ്പൻ വിവരം പറഞ്ഞ് അലോഷിക്ക് അറിയുന്നതായിരുന്നു. കാത്തു ഫിസിക്കലിയും മെൻ്റലിയും ഓക്കെ ആയി എന്ന് കണ്ട് തിരികെ ചെത്തിമറ്റത്ത് കൊണ്ടുപോകാൻ നിന്നതിന് തടഞ്ഞ് ജെറിയില്ലാത്തിടത്ത് ഇനി അവൾക്ക് പോകണ്ടെന്ന് പറഞ്ഞ് അവളുടെ അമ്മച്ചിയുടെ പേരിൽ കിട്ടിയ വീട്ടിലാണ് ഇപ്പോൾ താമസമെന്നും അയാൾ പറഞ്ഞിരുന്നു അവനോട്. പിന്നെ എന്തിനാവും അവൾ വീണ്ടും ഇങ്ങോട്ട് വന്നത്? അലോഷി കുറച്ചു നേരം തലങ്ങും വിലങ്ങും നടന്നെങ്കിലും കാത്തു ഇന്നൊന്നും ബാത്റൂമിൽ നിന്നിറങ്ങില്ല എന്ന് കണ്ട് അവൻ ബെഡിലിരുന്നു. പിന്നെ കാല് വേദനിക്കില്ലേ? കുറച്ചു കഴിഞ്ഞതും അവൾ ഇറങ്ങി വരുന്നത് കണ്ടതും അലോഷി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ പോയി നിന്നു. മുന്നിൽ കണ്ടയുടൻ അവളുടെ ഞെട്ടൽ കാണണം. പിന്നെ അവളുടെ വരവിൻ്റെ ഉദ്ദേശം അറിയണം. ഇതൊക്കെയായിരുന്നു അവളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അലോഷിയുടെ മനസ്സിൽ. എങ്കിലും കാത്തു അവനെ കണ്ടതും മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ച് അവനെ കടന്ന് ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ പോയി നിന്നു. വന്ന നേരം മുതൽ ചെക്കനെ ചമ്മിക്കുന്നുണ്ടവൾ. ഡി. ഇതിൽ കൂടുതൽ ചമ്മാൻ അവന് മനസ്സില്ല. അല്ല പിന്നെ. അതുകൊണ്ട് ശബ്ദം എത്രത്തോളം കടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം കടുപ്പിച്ച് അവൻ വിളിച്ചു. മുഖത്ത് തൊട്ടെടുക്കാൻ പറ്റാവുന്നത്ര ദേഷ്യവും നിറച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഇച്ചാ? പക്ഷെ കാത്തു വേറെ മൂടില്ല. അവളുടെ കൊഞ്ചിയുള്ള ചോദ്യം കേട്ട് അലോഷി പല്ല് കടിച്ചു. എന്താടി നിന്റെ ഉദ്ദേശം? ഇനിയും ആരെയൊക്കെ കൊല്ലാനും വേദനിപ്പിക്കാനുമാ നിന്റെ ഈ വരവ്?
ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നപ്പോൾ അലോഷി കുതിച്ചു വന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. പിന്നിലേക്ക് വേച്ചുമറിഞ്ഞ് വീഴാൻ പോയവളെ മറ്റേ കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് അവനിലേക്ക് തന്നെ അടുപ്പിച്ചു ചേർത്തു. കാത്തു പെട്ടെന്ന് ഞെട്ടിപ്പോയിരുന്നെങ്കിലും പിന്നെയും അവളിൽ പഴയ ഭാവം നിറഞ്ഞു. അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. ദേശത്തിൻ്റെ ആവരണത്തിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അവളോടുള്ള പ്രണയത്തിൻ്റെ കണികകൾ അവൻ്റെ കണ്ണിൽ കണ്ട മാത്രയിൽ കാത്തു അവനിലേക്ക് ഒന്നടുത്തു ചേർന്നു. വേദനിക്കുന്നുണ്ടായിരുന്നു കവൾ. എങ്കിലും അവനിലേക്ക് അടുത്തു വന്ന് അവളുടെ ഇരു കൈകളും കൊണ്ട് അവനെ പുണർന്നു പിടിച്ചു. എങ്ങനെയാ ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ളതൊക്കെ നിങ്ങൾ അറിയുന്നു മനുഷ്യ. കൊല്ലാനും വേദനിപ്പിക്കാനും തന്നെയാ വരവിൻ്റെ ഉദ്ദേശം. ആദ്യം കൊഞ്ചിയും പിന്നെ അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിയും കാത്തു പറഞ്ഞു നിർത്തി. അലോഷിയുടെ കണ്ണുകൾ പിടഞ്ഞു. ഇപ്പോഴും അവളെന്തോ ഉദ്ദേശവും കൊണ്ടാണ് തൻ്റെ അടുക്ക് വന്നതെന്ന ചിന്തയിൽ അവനുള്ളിൽ വേദന നിറഞ്ഞു. നീയില്ലാതെ എനിക്ക് പറ്റില്ല ഇച്ച എന്ന് പറയുമെന്നൊരു വേള അവൻ ആഗ്രഹിച്ചിരുന്നു. അവനെ നോക്കി നിന്ന അവളുടെ ഉള്ളം 1000 വട്ടം അത് മൊഴിഞ്ഞത്. പക്ഷേ അവൻ കേട്ടിരുന്നില്ല. കാത്തു ഉയർന്നു പൊങ്ങി അവൻ്റെ മൂക്കിനും മീശയ്ക്കുമിടയിലുള്ള ഭാഗത്ത് അമർത്തിമുത്തി. പകപ്പിൽ അവളിലുള്ള പിടി അയഞ്ഞ നിമിഷം അവനെ തള്ളിമാറ്റി വേഗത്തിൽ അവൾ റൂമിന് പുറത്തേക്ക് ഓടിയിരുന്നു. അലോഷിയുടെ പകപ്പ് അപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതേ നിൽപ്പ് തന്നെയാണ്, കണ്ണുമിഴിച്ച്. ഇച്ചായ, കാതറിൻ, അവൾ വീണ്ടും വന്നു. ജോഷുവയുടെ ശബ്ദത്തിലെ വിറയൽ ഫോണിലൂടെ അലക്സ് മനസ്സിലാക്കി. അതിനിപ്പോൾ എന്നാ? പക്ഷെ അലക്സ് ജോഷുവയുടെ പേടിയെ പുച്ഛിച്ചു തള്ളി. എന്നാന്നോ? അവൾ തിരിച്ചു വന്ന അലോഷിയെല്ലാം അറിയില്ലേ? അലക്സ് മിണ്ടുന്നില്ലെന്ന് കണ്ട് ജോഷുവയ്ക്ക് ദേഷ്യം വന്നു. എന്ത് പറഞ്ഞാലും ഇച്ചായൻ്റെ ഈ മൗനമാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി തെളിച്ച് പറയാം. കാതറിൻ, അവളിവിടെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ. അന്ന് പോയ പിന്നെ അവളുടെ ശല്യമേ തീർന്നു എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ ഇല്ല, ഇന്ന് വന്നോന്ന് മാത്രമല്ല, എന്തൊക്കെയോ മനസ്സിൽ പ്ലാനുമുണ്ടെന്നാ തോന്നണേ. എന്ത് പ്ലാൻ? അലക്സിൻ്റെ ബോധം പോയെന്ന് തോന്നുന്നു. പൊട്ടൻ. ആദ്യമായിട്ട് കേൾക്കുന്ന ഭാവത്തിലാണ് ജോഷുവയോട് ചോദിച്ചത്. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാത്തതല്ലല്ലോ. എന്നിട്ടും അവൻ്റെ ചോദ്യം. എന്താണ് ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാ, ഇപ്പോൾ അവളുടെ ഈ വരവ് വെറുതെയല്ല. ബെന്നിയും നിങ്ങളുമായിട്ടാണ് അലോഷിയെ കഴിഞ്ഞ് 2 തവണ കൊല്ലാൻ നോക്കിയെന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാം. എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇച്ചായൻ അറിയാമല്ലോ അല്ലേ? ബുദ്ധിമാൻ ചമഞ്ഞ് അവളോട് വീമ്പ് വിളമ്പിയതും നിങ്ങളല്ലേ. എന്തായാലും ഇതുവരെ അവളൊന്നും അലോഷിയോട് പറഞ്ഞിട്ടില്ല. ഇനി അവളെങ്ങാനും അത് പറഞ്ഞാൽ പിന്നെ ജോഷുവ അത് ശക്തിയിൽ നിർത്തി ബാക്കിയവൻ പൂരിപ്പിച്ചെടുക്കട്ടെ. അലക്സ് അവിടെ ഞെട്ടുന്നത് കാണാതെ തന്നെ ജോഷുവയ്ക്ക് അറിയാൻ കഴിഞ്ഞു. കുറച്ച് നിമിഷം മിണ്ടാതിരുന്ന് പിന്നെ പതർച്ചയോടെ ഫോൺ കട്ട് ചെയ്ത് അലക്സി പോയി. താൻ വീണതിൻ്റെ പിറ്റേന്നാണ് അവസാനമായി അലക്സ് വീട്ടിലേക്ക് വരുന്നത്. അവൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ബാൻഡേഡ് ഇടിപ്പിച്ച് തിരികെ കൊണ്ടുവന്നതും. അന്ന് പോയിട്ട് പിന്നെ കണ്ടതേയില്ല. അലോഷിയെ പൂട്ടാനും അവൻ്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനും കുറച്ച് പ്ലാൻ മനസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അലക്സ് പോയത്. മിക്കവാറും നേരെ തിരിച്ചാവും സംഭവിക്കുക. ഉള്ളിലേക്ക് വരാവോ? ഓരോന്നാലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടത്. ജോഷുവ ഞെട്ടി വാതിൽക്കൽ നോക്കി. നോക്കാതെ തന്നെ ശബ്ദം കൊണ്ട് ആരാണെന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും ഞെട്ടുന്നതല്ലേ അതിൻ്റെ ഒരു ഗുമ്മ്. അതുകൊണ്ട് ജോഷുവ ഞെട്ടി. വാതിൽക്കൽ മാറിൽ കൈകെട്ടി ചെറു ചിരിയോടെ നിൽക്കുന്ന കാത്തു.